അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ താൻ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തോൽക്കുമായിരുന്നുവെന്ന ജോ ബൈഡൻ. വൈറ്റ് ഹൌസിൽ വെള്ളിയാഴ്ച തൊഴിൽ റിപ്പോർട്ട് അവതരണത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബൈഡൻ. ബൈഡന്റെ വൈറ്റ് ഹൌസിനോടുള്ള വിടപറയൽ പ്രസംഗം ബുധനാഴ്ചയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുനിന്ന് അവസാന നിമിഷം പിന്മാറിയതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലൊന്ന്. ട്രംപിനെ എനിക്ക് തോൽപ്പിക്കാമായിരുന്നു. കഴിഞ്ഞ നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ആദ്യം ബൈഡൻ മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും വിജയസാധ്യത കുറവായിരിക്കുമെന്ന വിമർശനത്തെ തുടർന്ന് പിന്മാറി. ബൈഡനു പകരം കമല ഹാരിസ് സ്ഥാനാർത്ഥിയായി. ട്രംപിനോട് തോറ്റു. പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ വൈറ്റ് ഹൌസ് വിട്ടാൽ പിന്നെ പൊതുജീവിതം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ കാണാമറയത്തേക്കൊന്നും പോകുന്നില്ലെന്ന് ബൈഡൻ മറുപടി നൽകി. സ്വന്തം നാടായ ഡെലവെയറിലെ വിൽമിംഗ്ടണിലേക്ക് മടങ്ങിയാലും പൊതുജീവിതം തുടരും. 4 വർഷം കഴിഞ്ഞാൽ കമലയ്ക്ക് വീണ്ടും മത്സരിക്കാവുന്നതേയുള്ളൂവെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു. റഷ്യൻ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങളും പ്രഖ്യാപിച്ചു. റഷ്യൻ പ്രകൃതിവാതക വിതരണത്തിൽ പങ്കാളിയായ 2 ഇന്ത്യൻ കമ്പനികൾക്കും ഉപരോധമുണ്ട്. യുഎസിലെ ഇന്ധനവില അല്പം വർദ്ധിക്കുമെങ്കിലും റഷ്യയ്ക്ക് മൂക്കുകയറിടാനല്ലാതെ വേറെ മാർഗമില്ലെന്നും ബൈഡൻ പറഞ്ഞു. ലോസ് ഏഞ്ചലസ് അഗ്നിബാധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഓവൽ ഓഫീസിൽ മാധ്യമയോഗം നടന്നതുകൂടാതെയായിരുന്നു റൂസ്വെൽറ്റ് റൂമിൽ തൊഴിൽ റിപ്പോർട്ടിന് ശേഷം സർപ്രൈസ് മാധ്യമ സമ്മേളനം. തന്റെ ഭരണകാലത്ത് 1.66 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്ന പുതിയ റിപ്പോർട്ടിൽ ബൈഡൻ ചൂണ്ടിക്കാട്ടി. അതേസമയം സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നന്ദി പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. വെള്ളിയാഴ്ച ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചു. റഷ്യക്കെതിരെ പോരാടാൻ അചഞ്ചലമായ പിന്തുണ നൽകിയതിന് സെലൻസ്കി നന്ദി അറിയിച്ചു. ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് സുപ്രധാനമാണെന്നും സെലൻസ്കി പറഞ്ഞു. കാലിഫോർണിയയിലുണ്ടായ കാട്ടുതീ അപകടത്തിൽ അനുശോചനവും അറിയിച്ചു. 2024 ഡിസംബറിൽ $6 ബില്യൺ പുതിയ സൈനിക ബഡ്ജറ്റ് സഹായം ബൈഡൻ ഭരണകൂടം യുക്രൈനു വേണ്ടി പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയുടെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള പുതിയ ഉപരോധങ്ങളിലും ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. റഷ്യയുടെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി യുക്രൈന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ഫോണിൽ ചർച്ച ചെയ്തു. അതേസമയം ജനുവരി 15 അമേരിക്കൻ സമയം രാത്രി 8 മണിക്ക് ബൈഡൻ വിടവാങ്ങൽ പ്രസംഗം നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് 5 ദിവസം മുൻപാണ് US പ്രസിഡന്റ് ജോ ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗം. ജനുവരി 20 ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കും. അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചുള്ള സന്ദേശം ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലുണ്ടാവുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒപ്പം ബൈഡൻ ഭരണകാലയളവിലെ അഭിമാനകരമായ നേട്ടങ്ങളും പരാമർശിക്കും. അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ജനുവരി 20 ട്രംപ് അധികാരമേൽക്കുമ്പോൾ യുക്രൈനുള്ള US പിന്തുണ കുറയ്ക്കുമെന്ന ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.